പരിപാവനായ ദൈവമേ, അങ്ങയിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പരിപാവനായ ദൈവമേ, അങ്ങയിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്കായി എന്റെ മക്കളോ ചെറുമക്കളോ അവരുടെ മക്കളോ കാത്തു നിൽക്കുന്നില്ല. എനിക്കായി എന്റെ മക്കളോ ചെറുമക്കളോ അവരുടെ മക്കളോ കാത്തു നിൽക്കുന്നില്ല. പകരം അവർക്കായി ഈ സ്വർഗത്തിൽ ഞാൻ തനിയെ കാത്തുകിടക്കുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ഞാൻ എഴുതി കൊടുത്തതൊക്കെ അക്ഷരത്തെറ്റ് കൂടാതെ വൃത്തിയായി ബോർഡിൽ കൃഷ്ണനുണ്ണി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ബോർഡ് എടുത്ത് ഐസ് വെട്ടി കിടത്തിയാൽ മാത്രം മതി. ഔദ വന്നില്ലയോ? ഇല്ലച്ചോ. വർക്കിച്ചോ വർക്കിച്ചോ, ഇവിടെ 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 ഇങ്ങനെ ചത്തതുപോലെ കിടന്നുറങ്ങാതെ ബോഡി അനങ്ങി എന്തെങ്കിലും പണി ചെയ്യൂ വർക്കിച്ച. ഇല്ലേ വരാൻ പോകുന്ന ബോഡിക്ക് വരം തന്നെ എടുത്ത് എല്ലാവരും കൂടി ഇതിനകത്ത് കിടത്തും. ആംബുലൻസിന് പണിയായനെ. അച്ചോ ഔദപ്പാപ്പ എത്തിയോ? ഇല്ല, ഇതുവരെ എത്തിയില്ല. ഇതുവരെ എത്തിയില്ലേ? ഉദ്ഘാടനത്തിലുള്ള സാധനം ദേ കൊണ്ട് വെച്ചേക്കുന്നത്. ബോഡി അധിക നേരം കാറ്റ് കൊള്ളിക്കാൻ പറ്റില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. കാറ്റ് കൊണ്ടാൽ എന്താടോ ബോഡി എഴുന്നേറ്റ് നടക്കുവോ? കൂടുതൽ അടുക്കണ്ട. 4 ദിവസമേ ആയുള്ളൂ. വന്നല്ല, ഇതവനാ നിന്റെ ഇവിടുത്തെ മറ്റവൻ. ഉദ്ഘാടനത്തിന് ശവം കൊണ്ടുവന്ന കാര്യം പറയാനാ ഈ കടനാവടി. വലിയ ബംഗ്ലാവിൽ അവതയ്ക്ക് ഈ കണ്ട ബിസിനസ് ഒക്കെ കെട്ടിപ്പോക്ക അറിയാമെങ്കിൽ അത് ഉദ്ഘാടിക്കാനും അറിയാം. അതിങ്ങനെ വിളിച്ചു കൂടോ? നിന്നോടായി ചോദിച്ചു. നിന്നോട് ആരാടി ഉപയോഗം ഞെട്ടാൻ പറഞ്ഞത്? പൊട്ടിപ്പോയ പാലും ഗ്ലാസും നിന്റെ ചത്തുപോയ തന്ന നാണുവാചാരി വാങ്ങിച്ചു തരുമോ? ചത്തുപോയ ആശാരിക്ക് പാല് വാങ്ങലല്ല പണി. അങ്ങേരെക്കാളും മുമ്പ് ചത്തുപോയ എന്റെ അമ്മ ഗിരിജാദേവി അങ്ങ് സ്വർഗത്തിലുണ്ടേ. അമ്മയുടെ കൂടെ അച്ഛൻ അവിടെ സിനിമയ്ക്ക് പോവും, പാർക്കിൽ പോവും. അങ്ങനെ ഈ പറഞ്ഞ ആശാരിക്ക് അവിടെ ധാരാളം ജോലികളുണ്ട്. തീരെ സമയം ഉണ്ടാവില്ല. ഇനി കുടിക്കണമെങ്കിലേ സ്വയം പാല് വാങ്ങി തിളപ്പിച്ചങ്ങ് കുടിച്ചാ മതി. 3 ഗ്ലാസ് നിറച്ച് ബാക്കി വന്നത് ഞാനെടുത്തങ്ങ് കുടിച്ചു. പിന്നെ ആ ചെരുപ്പിട്ട് നടന്നു. കുപ്പിച്ചിലിന് ഔദ മുതലാളിയാണോന്ന് അരിയാണോന്നും നോട്ടം ഉണ്ടാവില്ല. കുത്തി അങ്ങോട്ട് കേറും. നീ എന്നെ അങ്ങോട്ട് ഭരിക്കാനും നിൽക്കണ്ട. നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത് ബംഗ്ലാവിൽ അവതയുടെ ബിസിനസ് സാമ്രാജ്യത്തിലെ ഏറ്റവും പുതിയ പൊൻതൂവലായ സ്വർഗം മോർച്ചറി എന്ന പ്രൈവറ്റ് മോർച്ചറിയുടെ ആരംഭത്തിനാണ്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി ശീതീകരണ പെട്ടിയുടെ ഉദ്ഘാടനം. 4 ദിവസങ്ങൾക്ക് മുമ്പ് കിണറ്റിൽ വീണ് കർത്താവിൽ നിദ്ര പ്രാപിച്ച ശ്രീ പാലക്കൽ കറിയാച്ചനെ ഇതിനകത്ത് എടുത്തു വെക്കുന്നതോടെ നടക്കും. കറിയാച്ചന്റെ മക്കളെല്ലാം അമേരിക്കയിലാണ്. അപ്പനെ കാണാൻ മക്കൾ പറന്നു വരുന്നതുവരെ സർക്കാർ ആശുപത്രികളിലെ എലി കരളുന്ന മോർച്ചറിയിൽ കറിയാച്ചനെ പോലൊരു പണക്കാരന്റെ ഭൗതിക ശരീരം സൂക്ഷിക്കുന്നത് കാടത്തമാണ്, അല്ലെങ്കിൽ കരുണയില്ലായ്മയാണ്, അല്ലെങ്കിൽ മ്ലേച്ഛമാണ്.